അണ്ണാച്ചിയുടെ കേസ് സോക്കോൾഡ് ആക്ടർ, പലർക്കും സോക്കോൾഡ് ആക്ടർ എന്ന് ഞങ്ങൾ പറയുന്നതിനോട് വിഷമമുണ്ട് കേട്ടോ. പലരും പറയുന്നുണ്ട് ഇതൊക്കെ നിർത്തും അരോചകം, പക്ഷേ ഞങ്ങൾ നിർത്തത്തില്ല. കാരണം സോക്കോൾഡ് ആക്ടർ ഇപ്പോൾ ട്രെൻഡിങ് ആയി മാറിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് അതല്ലാതെ വേറെ പറയാൻ നിവർത്തിയില്ല. സോ ഈ സോക്കോൾഡ് ആക്ടറിന്റെ ഭീഷണി മൂലം പ്രിയപ്പെട്ട എലിസബത്ത് അവർ കുറച്ച് ദിവസങ്ങളായിട്ട് ഒളിവിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ വാർത്തകൾ വരുന്നുണ്ട്. എല്ലാവരും ടെൻഷനിലുമായിരുന്നു. നമ്മളും ഈ പറയപ്പെടുന്ന അവരുടെ പ്രേക്ഷകരും ഒക്കെ ടെൻഷനിലായിരുന്നു. കാരണം ഈ പറയപ്പെടുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇച്ചിരി ക്രിമിനൽ മൈൻഡുള്ള ആളായതുകൊണ്ട് തന്നെയും ബുദ്ധി ഇച്ചിരി ക്രൂക്കഡ് ആയതുകൊണ്ട് തന്നെയും ഒരു ആക്രമണ സ്വഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയും എലിസബത്തിന് അധികം സംസാരിക്കേണ്ടി വന്നില്ല. എലിസബത്ത് എന്തായാലും വാ തുറന്ന് അവരുടെ മൗനം ഭഞ്ജിച്ചിരിക്കുന്നു. അവർ പറയുന്നത് പേടി കൊണ്ടാണ്, പ്യുവറായിട്ട് അവർ പറഞ്ഞിരിക്കുന്നതാണ്. ഭയം ഇറുക്കുക, ഭയം ഇറുക്കിട്ടോ എന്ന് പറഞ്ഞാൽ ആ പേടിയും കൊണ്ടും ചെറിയൊരു ഡിപ്രഷൻ ഉള്ളത് കൊണ്ടും ഡൗൺ ആയതുകൊണ്ടും മാത്രമാണ് അവർ വീഡിയോ ഇടാൻ വരാഞ്ഞത്. മാത്രമല്ല അവർക്ക് അതിൽ ചില അനുഭവങ്ങളും ഉണ്ടായെന്നാണ് അവർ പറയുന്നത്. അതായത് അവരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന ലെവലിൽ തന്നെ പല കാര്യങ്ങളും അവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് വളരെ സീരിയസ് ആയിട്ട് പോലീസ് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നിയമത്തിനുള്ള ആൾക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്ത് തോന്നുന്നു പൗർണം ഇതൊക്കെ കേട്ടിട്ട്? ശരിക്കും പറഞ്ഞാൽ ജീവനോടെ എലിസബത്ത് ഇരിക്കുന്നതിന് വലിയ ഭാഗ്യമാണെന്ന് തോന്നുന്നു. തീർച്ചയായും ഈ പറയുന്ന വെളിപ്പെടുത്തലുകളെല്ലാം ശരിയാണെങ്കിൽ ശാരിക ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ജീവനോട് ഇരിക്കുന്നതിൽ വലിയ ആശ്വാസം എന്ന് മാത്രമേ പറയാനുള്ളൂ. അവർ പറയുന്നുണ്ട് നിലവിൽ സേഫ് ആണ്, നാളെ എങ്ങനെ അതെ നാളെ എങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല, ഞാൻ മരിക്കാനും തയ്യാറായിട്ടാണ് ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെ പറയരുത്. കാരണം നിങ്ങൾ ധീരയായ ഒരു വനിതയാണ്, നിങ്ങൾ ഇത്രയും പോരാടാൻ തയ്യാറായി മുന്നോട്ട് വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങളെ ആരൊക്കെ എങ്ങനെയൊക്കെ കമന്റ്സിലൂടെയും അല്ലാതെ നേരിട്ടും ഒക്കെ നിങ്ങളെ തളർത്താൻ നോക്കിയാലും നിങ്ങൾ തളരരുത്. കാരണം അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് തളർത്തുക എന്നതാണല്ലോ. അപ്പം നമ്മൾ തളരാതെ അവരുടെ മുന്നിൽ നേരിട്ട് നിന്ന് കാണിച്ചു കൊടുക്കണം. പിന്നെ കേസ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പലരും പറയുന്നത് കേട്ടിട്ട് എലിസബത്ത് അതിനുള്ള ഒരു മറുപടി പറഞ്ഞായിരുന്നു. എല്ലാവരും ത്രൂ ഔട്ട് പറയുന്നുണ്ട് കേസ് കൊടുക്കണം. പക്ഷെ അവർ ഈ കഴിഞ്ഞ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ അവർ കൃത്യമായി പറയുന്നുണ്ട്, എനിക്ക് എന്താണ് ചെയ്യേണ്ടെന്നുള്ള വ്യക്തമായ ബോധ്യമുണ്ടല്ലേ, വ്യക്തമായ ധാരണയുണ്ട്. കാരണം അവർ വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു വുമനാണ്. അപ്പൊ അവർക്ക് അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാമെന്നുള്ളൊരു തിരിച്ചറിവ് ബാക്കിയുള്ളവർക്ക് തരിക കൂടിയായിരുന്നു ഈ കഴിഞ്ഞ വീഡിയോയിലൂടെ. കാരണം അതിനകത്ത് അവർ പറയുന്നുണ്ട്, അതായത് ഇപ്പോൾ പല കാര്യങ്ങളും അതിനകത്ത് പരാമർശിച്ചു പോകുന്നുണ്ട്. പക്ഷെ ഇങ്ങനൊരു വീഡിയോ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ശാരിക, നമ്മളടക്കം ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ വീഡിയോ ഇടുന്നതിന് പകരം പോലീസ് സ്റ്റേഷനിൽ പോയൊരു കേസ് കൊടുത്തൂടെ, നീതി കിട്ടുമോ കിട്ടാതിരിക്കുമോ, പക്ഷെ നമുക്ക് നിയമത്തിന്റെ വഴി പോയിക്കൂടെ എന്ന്. പക്ഷെ ഈ ഒരു വീഡിയോയിൽ അവർ കൃത്യമായി പറയുന്നുണ്ട്, ഞാൻ ഒരു പക്ഷേ കേസിന് പോയി കഴിഞ്ഞാൽ പുറം ലോകം ഈ കാര്യങ്ങളൊന്നും അറിയണം എന്നില്ല. അത് മാത്രമല്ല, ഈ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആളുടെ ബന്ധങ്ങൾ ഉപയോഗിച്ച് ആരുമൊക്കെ ആയിട്ടാണ് ഇയാൾക്ക് ബന്ധമുള്ളത്, എല്ലാ കാര്യങ്ങളും തനിക്കറിയാം. അത് അറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ പരാതി ആരും അറിയില്ല, അല്ലെങ്കിൽ അത് സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. ചിലപ്പോൾ ഒരുപക്ഷെ എന്നെ കാണിക്കാൻ വേണ്ടി സ്വീകരിച്ചേക്കാം. അതാണ് അതിനകത്തൊരു ധ്വനി എന്ന് പറയുന്നത്. പിന്നെ അത് കൂടാതെ ഇപ്പോൾ നിലവിൽ താൻ ഇല്ലാതായാൽ പോലും ഈ കാര്യങ്ങളെല്ലാം ലോകമെമ്പാടുമുള്ള എല്ലാവരും അറിയുന്നുണ്ടല്ലോ, എല്ലാവരെയും അറിയിക്കണം. പിന്നെ അവർക്കൊരു വിഷമം എന്ന് പറയുന്നത്, ഇപ്പോൾ പുള്ളിക്കാരി ഈ ഒരു റിവലേഷനൊക്കെ നടത്തിയതുകൊണ്ട് ഒരുപാട് പേര് അവരെ സപ്പോർട്ട് ചെയ്ത് രംഗത്തേക്ക് വരുന്നുണ്ട്, പല യൂട്യൂബേഴ്സും അതുപോലെ പല ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ. പക്ഷെ അവർക്കൊക്കെ ഒരു ത്രെട്ടനിങ് പോലെ വന്നപ്പോൾ അതിന് മാപ്പ് അവർ ചോദിക്കുന്നു. ഇത്ര ജെന്യുവനായിട്ട് അവർ സംസാരിക്കുന്നത്, അപ്പോൾ അവരൊരു മാപ്പ് പറയുന്നുണ്ട് അതിന്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പോലും ഒരു ബുദ്ധിമുട്ട് വന്നതിൽ അതും അവർക്ക് ഒരു മെന്റലി ഡൗൺ ആവാനുള്ള ഒരു റീസൺ ആയി എന്നുള്ളതാണ് ശാരിക. അതെ, ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഇപ്രാവശ്യം എലിസബത്തിന്റെ വോയിസ് ഓവർ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആണ്, അവർ വേറെ ഒന്നും അതിനകത്ത് കാണിക്കുന്നില്ല. അതിനകത്ത് ഒരു വോയിസ് ഓവർ വളരെ ഇമോഷണലി ആണ് എലിസബത്ത് സംസാരിച്ചത്. ഓരോ ടൈം അവർ സംസാരിക്കുമ്പോഴും സങ്കടമാണോ ദേഷ്യമല്ല, നിരാശയും സങ്കടം കൊണ്ട് വിറയ്ക്കുന്ന ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. പ്രേക്ഷകരെ നിങ്ങൾ ഉറപ്പായിട്ടും കേൾക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാധ്യമപ്രവർത്തകർ ഒരുപാട് പേരൊന്നും ഇല്ല, വളരെ കുറഞ്ഞ്, എനിക്കൊന്ന് വിരലെണ്ണാവുന്ന മാധ്യമങ്ങൾ മാത്രം, ഇൻക്ലൂഡിങ് യൂട്യൂബേഴ്സ് മാത്രമാണ് ഇവരുടെ വാർത്തകൾ ഇപ്പോൾ ചെയ്യുന്നത്. കാരണം മറ്റേ അപ്പുറത്ത് നിൽക്കുന്ന സോക്കോൾഡ് ആക്ടർ അണ്ണാച്ചി സക്സസ് ആയിട്ടുണ്ട്. കാരണം അയാളുടെ ഭീഷണി മൂലം മിക്കവരും ഈ പറയപ്പെടുന്ന ഒരുപാട് ചെറിയ ചാനലുകളൊക്കെ ഉൾവലിഞ്ഞിട്ടുണ്ട്. പക്ഷേ സാത്താൻ പോലുള്ള ചാനലുകൾ തിരിച്ചു വന്നു. സ്ട്രൈക്ക് അടിച്ചതിനൊക്കെ അവർ നല്ല രീതിയിൽ തന്നെ, മൂപ്പൻസിന് പോലെ ചാനലൊക്കെ നല്ല രീതിയിൽ തന്നെ മറുപടി കൊടുത്തു. അങ്ങനെ ചുമ്മാ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കേണ്ട ലെവലിൽ തന്നെയാണ് അവർ അതിശക്തമായിട്ട് തന്നെ എലിസബത്തിനൊപ്പം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഇതൊരു ക്യാമ്പയിനായിട്ട് എടുക്കുന്ന രീതിയിലാണ് എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ആഗ്രഹിക്കുന്നത്. സോ എലിസബത്തിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാനിത് ചെയ്യുന്നത് ഒരിക്കലും എന്നെ നിങ്ങൾ ഈ നീതി കിട്ടുമെന്ന് ഓർത്തിട്ടല്ല. മറ്റൊരു പെൺകുട്ടിക്ക്, എലിസബത്തിന് പറ്റിയൊരു വലിയ അബദ്ധം, വലിയൊരു ദുരന്തം ഇനി ഒരു പെൺകുട്ടിക്കും ഉണ്ടാവരുത്. ഒരാളെയും അയാൾ ഇനി ഇതുപോലെ മാനിപ്പുലേറ്റ് ചെയ്ത് അയാളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകരുത് എന്നുള്ള ഒറ്റ നിർബന്ധം കൊണ്ട് മാത്രമാണ് എലിസബത്ത് ഇത് ചെയ്തതെന്ന് എലിസബത്ത് വളരെ വ്യക്തമായിട്ട് അവരുടെ സ്വന്തം ചാനലിലെ സ്വന്തം വീഡിയോയിൽ സ്വന്തം വോയിസ് ഓവറിട്ട് പറയുന്നത്. നമ്മൾ പറയുന്നാൽ അവർ പറഞ്ഞ് നമ്മളിവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ്.
സോ അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മറ്റുള്ള കേസ് കൊടുത്ത ആൾക്കാരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സോ അപ്ഡേറ്റ്സോ ഉണ്ടോ, അത് വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് കേസ് കൊടുക്കുന്നത് എന്നവർ ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം അവർ പറയുന്നത് എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി. എന്തായാലും അവർക്ക് നമ്മുടെ നീതിയിൽ നിയമത്തിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല, അതൊരു വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അവർ ഓൾറെഡി പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. പലവട്ടം ഒരു ഹോസ്പിറ്റൽ ഈ ഡിപ്രഷൻ മൂലം ഡൗൺ ആയി ഹോസ്പിറ്റലൈസ് ആയി ആരുമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവസ്ഥകൾ, ഇതുപോലെ നിരന്തരം അവർക്കെതിരെ ഭീഷണിയാണ്. ഇപ്പോൾ അവർ അതിനകത്ത് വ്യക്തമായ ഒരു കാര്യം, അതിനകത്ത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഈ പറയുന്ന ചെകുത്താനും മൂപ്പനും ഒക്കെ പറയുന്ന പോലെ ചെകുത്താനെതിരെയൊക്കെ വധഭീഷണി ഉണ്ടെന്ന് പറയുന്നത് വെറുതെ അല്ല എന്ന് എലിസബത്തിന്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പറയപ്പെടുന്ന സോ കോൾഡ് അൺമൻ ആക്ടർ അത്ര ചെറിയ പുള്ളിയല്ല, എന്ന് വെച്ചാൽ ഭീഷണിപ്പെടുത്താനും തട്ടിക്കളയാനും ഒക്കെ മൈൻഡ് സെറ്റ് ഉള്ള ഒരു മനുഷ്യനാണെന്ന് എലിസബത്തിന്റെ വാക്കുകളിൽ നമ്മൾ ഞെട്ടലോടെ കേട്ടു. തീർച്ചയായിട്ടും പ്രേക്ഷകരത് ശ്രദ്ധിച്ച് കേൾക്കണം. വേറൊന്നും കൊണ്ടല്ല, അവരുടെ കാറിലേക്ക് വേറൊരു വണ്ടി കൊണ്ട് ഇടിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിൽ. അവരത് ഈ സൈലന്റ് ആയിട്ടിരുന്ന ദിവസങ്ങളിൽ അത് ആദ്യം ഒരു വിചാരിച്ച ഒരു അബദ്ധമാണ്, അല്ലെങ്കിൽ അറിയാതെ സംഭവിച്ചതാണെന്നാണ് കരുതിയത്. പക്ഷേ ഒന്നല്ല രണ്ടല്ല 3 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ വണ്ടിയിലേക്ക് ഈ വണ്ടി മനഃപൂർവ്വം കൊണ്ട് ഇടിപ്പിക്കുന്ന സിറ്റുവേഷൻ. എന്തായാലും അവരുടെ വണ്ടി ചിലപ്പോൾ ഒരു SUV ആയിരിക്കാം ഈ എലിസബത്തിന്റെ, അതുകൊണ്ട് അവരുടെ ടയറിലാണ് ഞാൻ ഇടിപ്പിക്കുന്നത്. അതുകൊണ്ട് അവരുടെ വണ്ടിക്ക് വലിയ ചെറിയ വാഹനമാണ് ഇവരുടെ വണ്ടിയെ കൊണ്ട് ഇടിപ്പിക്കുന്നത്. എനിവേ അതൊരു പക്ഷേ ചെറിയ വാഹനത്തിലായിരിക്കാം ആളെ പറഞ്ഞു വിട്ടിരിക്കുന്നത്, ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചേക്കാം. ജസ്റ്റ് ഈ പറയുന്ന പോലെ നമ്മുടെ രാവണപ്രഭുവിൽ പറയുന്ന പോലെ നടേശ കൊല്ലണ്ട, ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി എന്ന് പറയുന്ന പോലെ ആയിപ്പോയി എന്ന് തോന്നുന്നു. എന്തായാലും എലിസബത്ത് ധൈര്യം അവലംബിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നമുക്ക് ആ വോയിസ് ഓവർ കേട്ടപ്പോൾ തോന്നിയല്ലേ, നല്ല ഒരു പവർഫുൾ ആയിട്ട് ഈ ഒരു ഇൻസിഡന്റിന് ശേഷം ഒന്നുകൂടെ ബോൾഡ് ആയി, അതൊരു നല്ല ലക്ഷണമാണ്. അതെ. എന്തായാലും ഇത്രയും നാളും അല്ലെങ്കിൽ അവർ പറയുന്നുണ്ട് 3-4 ദിവസം തന്നെ കാണാതായപ്പോൾ കുറെ പേര് മറകണ്ണം ചാടി, അല്ലെങ്കിൽ കുറെ പേര് വിമർശിക്കാനുണ്ട്, താൻ ഒളിവിൽ പോയോ അങ്ങനെയൊക്കെ. പക്ഷെ അതൊന്നുമല്ല, സ്വാഭാവികമായിട്ടും ഒരുപാട് ട്രോമയിലൂടെ കടന്നുപോയൊരു സ്ത്രീയാണ്. അപ്പോൾ അവർക്ക് ഇത്രയും കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ തന്നെ ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ മറികടന്നിട്ടായിരിക്കും അവർ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഇതിന്റെ നിയമവശങ്ങളും സാധ്യതകളും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാമോ, ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ നോർമലി ഒരു കോമൺ മാൻ്റെ, ഒരു സാധാരണക്കാരിയുടെ മനസ്സിൽ വരുന്നത് പോലെ അവർക്കും വന്നിട്ടുണ്ടാകും. പക്ഷേ ആ വെല്ലുവിളികളെ എല്ലാം സ്വീകരിച്ചുകൊണ്ട് അവരിത് പറയാൻ തയ്യാറായിട്ടുണ്ട് എങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായ അവരുടെ ഉദ്ദേശ്യമുണ്ട്. അതായത് അവർ ഓപ്പണായിട്ട് പറയുന്നുണ്ട്, ആരും സിനിമ മോഹവുമായി ചെന്ന് അബദ്ധത്തിൽ പെടരുത്, അല്ലെങ്കിൽ എനിക്കോ പറ്റി, അല്ലെങ്കിൽ ഇനിയുള്ളവർക്ക് ഇങ്ങനെ സംഭവിക്കില്ല. ഒരുപക്ഷെ മുൻപുണ്ടായിരുന്ന ആരെങ്കിലും, ഈ പറയുന്ന ആക്ടറിന്റെ മുൻപ് കൂടെ ഉണ്ടായിരുന്ന പങ്കാളികൾ അന്ന് ഈ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആ കാലത്ത് വെളിപ്പെടുത്താൻ തയ്യാറായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ രണ്ടാമതൊന്ന് ചിന്തിക്കാൻ എലിസബത്തിന് സാവകാശം കിട്ടിയേനെ. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്കിവിടെ ആരെയും വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ പറ്റില്ല. പക്ഷേ അറ്റ് ദ എൻഡ് പോയിന്റിൽ ഈ ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവ രീതി തുറന്നു കാട്ടുക എന്നത് മാത്രമാണ് എലിസബത്ത് ചെയ്തത്. അപ്പോൾ അതിനെ നമുക്ക് വിമർശിക്കാനൊന്നുമില്ല. ഇപ്പൊ പറയുന്നത് പോലെ പറയാം, നിയമത്തിന്റെ വഴി പോയിക്കൂടെ എന്ന് പറയാം. പക്ഷെ അവർ പോവും, തീർച്ചയായിട്ടും പോവും. അവരുടെ സൗണ്ടിൽ നിന്ന്, അവരുടെ ശബ്ദത്തിൽ നിന്ന്, ഈ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കുന്നത് അത് തന്നെയാണ്. അവർക്ക് നീതി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, ഇനി പരാതിപ്പെടാൻ ചെല്ലുന്ന ഇവരെ പിടിച്ച് ജയിലിൽ അടച്ചാൽ പോലും അവരതിനെല്ലാം തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. തനിക്കോ ഈ അവസ്ഥ വന്നു, പക്ഷേ ഇനി ആരും പോയി പെടരുത് എന്നുള്ളൊരു, ഇപ്പം നമ്മളൊക്കെ സ്വാഭാവികമായിട്ട് ചിന്തിക്കും ഇനി എങ്ങനെ ആരെങ്കിലും പെടുന്നത്. ഇനി എന്തായാലും ഇപ്പം നിലവിലൊരു മാരീഡ് ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലുള്ള ഓരോ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ എന്തിനും ചേഞ്ച് വരാൻ അധികം സമയമൊന്നും വേണ്ട. അതെ, കാരണം അദ്ദേഹത്തിന്റെ 2ാമത്തെയോ 3ാമത്തെയോ ഭാര്യയായിരുന്ന എക്സ് വൈഫായിരുന്ന ഗായികയും ഇതിനു മുമ്പും ഗായികയുടെ കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് ഈ പറയപ്പെടുന്ന എലിസബത്ത് ഇയാളുടെ ജീവിതത്തിലേക്ക് ചേർന്ന് ചെന്നത്. അതുകൊണ്ടാണ് എലിസബത്ത് അത് പിന്നെയും പറയുന്നത്. കാരണം ഈ ഗായികയ്ക്കുണ്ടായ ട്രോമയെക്കുറിച്ച് പറയുന്നുണ്ട്. ഗായിക ഇങ്ങനെ കുറേ കാര്യങ്ങളിലൂടെ അനുഭവിച്ച്, ആ കുഞ്ഞുമൊക്കെ അനുഭവിച്ച കാര്യങ്ങൾ ലോകത്തിന് മുഴുവൻ അറിയാമായിരുന്നു. എന്നിട്ടും ആ ഒരു വിവാദങ്ങളുടെ ഇടയിലാണ് ഈ പറയപ്പെടുന്ന സോക്കോൾഡ് അണ്ണാച്ചി ആക്ടർ ഈ പറയുന്ന എലിസബത്തിന് വിവാഹം കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വയം ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ എലിസബത്തിന് എന്ന് പറയുമ്പോൾ നമ്മളും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ട് എലിസബത്ത് ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഈ പറയപ്പെടുന്ന ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ടെററായിട്ടുള്ള ഒരു മനുഷ്യനെ, ഒരു ആക്ടർ ആയതുകൊണ്ട് മാത്രം, ആരാധനയുടെ പുറത്ത് മാത്രം എന്തുകൊണ്ട് വിവാഹം കഴിച്ചു. ഇപ്പോൾ എലിസബത്തിന്റെ കാര്യങ്ങൾ അന്ന് എലിസബത്തിന് ചിന്തിക്കാൻ കഴിവില്ലായിരുന്നു. അന്ന് എലിസബത്ത് ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. അന്നും എലിസബത്ത് ഈ പറയപ്പെടുന്ന 10-21 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. ഇന്നും എലിസബത്ത് PGക്ക് പഠിക്കുന്ന, MDക്ക് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് മാത്രമാണ്. സോ അത്രയും മെച്യൂരിറ്റി, ആ ഒരു ചിന്താശക്തി അന്ന് പുള്ളിക്കാരത്തിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന ഗായിക പോലും എലിസബത്തിനെ വിളിച്ച് ഈ നല്ല രീതിക്ക് ആക്കേണ്ടതിന് പകരം കേസ് കൊടുക്കുമെന്ന് പറയുമ്പോൾ അവർ പലവട്ടം പറഞ്ഞു എന്ന് പറയുന്നു. എനിക്ക് പേടിയാണ്, എനിക്ക് കൊടുക്കാൻ പറ്റില്ല, വേറെ ഒന്നും കൊണ്ടല്ല, അവർ പേടിയാണ്. അപ്പോൾ പേടി ഭയം വല്ലാതെ നമ്മളെ തകർത്ത് കളയുമെന്ന് നമ്മൾ പല മഹാന്മാരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ആ ഭയം ഡിപ്രഷൻ ഉള്ളവർക്ക് ഭയം ഉണ്ടാവും എപ്പോഴും, മരണഭയം, അങ്ങനെ പലതരത്തിലാണ് ഡിപ്രഷൻ ഉണ്ടാവുന്നത്. പരാജയ ഭയം, മരണപ്പെടുമെന്നുള്ള ഭയം, ശത്രുഭയം, അങ്ങനെ പല ഭയങ്ങളുണ്ടാവാം. ആ ഭയത്തിൽ ഏതോ ഒന്നിലാണ് എലിസബത്ത്. ആൻഡ് ഷീസ് ഓൾസോ എ ഡോക്ടർ. അവർക്ക് സ്വയം അറിയാം അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന്. സോ ഈ പറയപ്പെടുന്ന ഗായിക ഈ വിളിച്ച്, ഇവരെ എക്സ് വൈഫ് ആയിരുന്ന ഗായിക വിളിച്ച് പറഞ്ഞു, നിങ്ങൾ കേസ് കൊടുക്കുക, നിങ്ങൾ എൻ്റെ കോൾ റെക്കോർഡ്സ് ഒന്നും ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറയുമ്പോഴും എലിസബത്ത് പറയുന്നുണ്ടെന്ന് പറയുന്നു അവരുടെ വീഡിയോയിൽ, നിങ്ങൾ എൻ്റെ കോൾ റെക്കോർഡ് ചെയ്യരുത്, എനിക്ക് പേടിയാണെന്ന് പറഞ്ഞിട്ടും ഈ പറയപ്പെടുന്ന ഗായിക അവരുടെ
കോൾ റെക്കോർഡ് ചെയ്ത് ഏതോ മാധ്യമങ്ങൾക്ക് അയച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞു. വിത്തൗട്ട് പെർമിഷൻ പറഞ്ഞു. അതൊക്കെ ആരെ വിശ്വസിക്കണമെന്ന് എലിസബത്തിന് അറിഞ്ഞുകൂടാ. എലിസബത്ത് സ്വഭാവമായിട്ട് ചിന്തിച്ച് എന്നെക്കാളും മുമ്പ് ട്രോമയിൽ വന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി സ്വഭാവമായിട്ടും സഹായിക്കണം അല്ലെങ്കിൽ സഹായിക്കാമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ സ്വഭാവമായിട്ട് നമ്മൾ അറിയാതെ വിശ്വസിച്ച് പോകും. എടാ ആ പെൺകുട്ടിക്ക് ഇതേ അനുഭവം, എന്നെക്കാൾ കൂടുതൽ വർഷങ്ങൾ സഹിച്ചൊരു വ്യക്തിയാണ്, അപ്പൊ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് എലിസബത്ത് തെറ്റിദ്ധരിച്ചത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. അതിനൊരു വ്യക്തമായ മറുപടി പറയുന്ന ഗായിക കൊണ്ട് തരേണ്ടതാണ്. കാരണം ഒരു പെൺകുട്ടി എത്രമാത്രം ട്രോമയിലാണെന്ന് ഈ പറയപ്പെടുന്ന ഗായിക പറയുന്നത് പൂർണ്ണമായും സത്യമാണെങ്കിൽ, 50% 100% സത്യമാണെങ്കിൽ ഇതിനുള്ള മറുപടി തീർച്ചയായിട്ടും ഗായിക വന്ന് ചാനലിൽ പറയേണ്ടതാണ്. കാരണം എലിസബത്തിന്റെ ചാനൽ എലിസബത്ത് പറയുന്നത് ഈ കാര്യങ്ങൾ മുഴുവൻ പുറത്തെത്തിച്ചത്, ഇവരുടെ പെർമിഷൻ ഇല്ലാതെ ഇവരുടെ വോയിസ് ഓവർ ഒക്കെ പുറത്തുവിട്ടത് ഈ പറയുന്ന ഗായികയാണ്. അത് ചെയ്ത് എന്തായാലും മോശമായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ എലിസബത്ത് ഒരു നിസ്സഹായെ പോലെ ഇരുന്ന് കരയുകയല്ല, ഗദ്ഗതത്തോടെ പറയുകയാണ്, എനിക്ക് ആരുമില്ല, ഇനി പറയുന്നത് ഞാനൊരു സെലിബ്രിറ്റി അല്ല, എനിക്ക് പോലീസിന്റെ സഹായങ്ങളില്ല, പൊളിറ്റിക്സിന്റെ സഹായമില്ല, ഒന്നുമില്ല. അതിന്റെ എല്ലാ ഒരു അമർഷവും എലിസബത്തിന്റെ വോയിസിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. പക്ഷെ ഇനി ചത്താലും ഇനി മരിച്ചാലും ജയിലിൽ കിടക്കേണ്ടി വന്നാലും FB ഉള്ളിടത്തോളം കാലം, യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം കാലം ഞാൻ സംസാരിക്കുമെന്ന് തന്നെയാണ് എലിസബത്ത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സോക്കോൾഡ് അണ്ണാച്ചിയുടെ ഒരു തരത്തിലുള്ള ഭീഷണിയും കേസുകളും ഒന്നും ഇനി എലിസബത്തിനെ ഭയപ്പെടുത്തുമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. തീർച്ചയായിട്ടും എലിസബത്ത് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ എല്ലാ തെളിവുകളായിട്ട് ഒരു ദിവസം മുൻപിൽ വന്ന് പറന്നിറങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.